ഈ പട്ടിണി ആരും ഇനിയെങ്കിലും കിടക്കരുത് എന്നൊരു ആഗ്രഹമുണ്ട്. ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്ക്. ഇപ്പൊ 10 പേർക്ക് ഫുഡ് കൊടുക്കുന്നത് പോലെ അല്ല 1000 പേർക്ക് കൊടുക്കുന്നത്. ഈ ഏറ്റുമാനൂര് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളില്ലേ എത്രയോ ഏരിയാസ് ഉണ്ട് ഈ ഏകദേശം ഗുജറാത്തിലെ അവസ്ഥ പോലെ കിടക്കുന്നത്. എന്തിലും കുറ്റം കണ്ടുപിടിക്കാതെ അവിടെ എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ നോക്കിയാൽ പോരെ. അവിടെയുള്ള ഹിന്ദുക്കൾക്ക് മാത്രം ഇത് കിട്ടിക്കോട്ടെ, ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് മാത്രം അങ്ങനെ എല്ലാവരും പറഞ്ഞു. ഇത് പറയുമ്പോൾ എനിക്ക് ഈ കാണുന്ന ജനങ്ങളോടും പറയാനുള്ളത്, നിങ്ങളിപ്പോ അവരെപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഗുജറാത്തിലെ അവസ്ഥ ഇത് കേരളത്തിലെ അവസ്ഥ നമ്മൾ ഇതാണ് സംബന്ധിച്ചു. പക്ഷെ അതിലൊരു പോയിന്റ് എന്താ വെച്ചാൽ കേരളത്തിലെ ടോട്ടൽ ജനത പോപ്പുലേഷന്റെ എണ്ണം ഏകദേശം ഒരു 3.5 കോടിയാണ്. അതേസമയം അതിന്റെ 2 അല്ലെങ്കിൽ 3 ഇരട്ടിയാണ് ഈ പറയുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ അല്ലെങ്കിൽ വാട്ട് എവർ അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നാള് ഈ പറയപ്പെടുന്ന ഡെവലപ്മെന്റ് പോലും ഇല്ലാതെ ഇരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോഴാണ് അവർക്ക് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത്. കേരളത്തിൽ പെട്ടെന്ന് ഇത് എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് വെച്ചാൽ ജനങ്ങളുടെ എണ്ണം കുറവാണ്. ഇപ്പൊ 10 പേർക്ക് ഫുഡ് കൊടുക്കുന്നത് പോലെ അല്ല 1000 പേർക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? ആ ഒരു ഡിഫറൻസ് ഇവിടെയും ഉണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ട് ആളുകൾ ഇത്രയും ഇപ്പൊ മോദി സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ BJP സർക്കാർ വന്നതിന് ശേഷം എന്തൊക്കെ ഡെവലപ്മെന്റ്സിന്റെ എണ്ണമാണ് കൂടുതൽ. അത് ചുമ്മാ നെഗറ്റീവ് ഹേറ്റഡ് പരത്താൻ വേണ്ടിയിട്ട് ഈ മറ്റേ എന്താ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഏറ്റുമാനൂര് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളില്ലേ എത്രയോ ഏരിയാസ് ഉണ്ട് ഈ ഏകദേശം ഗുജറാത്തിലെ അവസ്ഥ പോലെ കിടക്കുന്നത്, വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ. അപ്പോൾ അതാണ് എല്ലാ സ്ഥലത്തും ഇതുണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ പോപ്പുലേഷൻ കുറവാണ്. അവിടെ ഇപ്പോഴും അത്രയും പോപ്പുലേഷൻ ഉണ്ടായിട്ട് ഇത്രയും ആളുകൾക്ക് ഇത്രയും ഡെവലപ്മെന്റ് കൊടുത്തു.